ഞാവൽപ്പഴങ്ങളുടെ സംവിധായിക ജീവയാണ് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ജീവ, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ സമൂഹം എത്രത്തോളം പുരോഗമനമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പുരോഗമനം കൈവരിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും കറുപ്പിനോടുള്ള ഒരു വിവേചനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ കുറച്ചുകൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ജീവയുടെ ഈ ഹ്രസ്വചിത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ? കൂടുതൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ വെളുത്ത് എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇന്ത്യയുടെ പുറത്ത് പല ഭാഗങ്ങളിൽ പോകുമ്പോഴും അവിടെയെല്ലാം റേസിസം അനുഭവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ സ്വന്തം നാട് അവരെ വരവേൽക്കും. പക്ഷേ ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ ചിലർ ഞാൻ അടങ്ങുന്ന സമൂഹം റേസിസം അനുഭവിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കാര്യം. അതുപോലെ തന്നെ സമൂഹത്തിൽ മോശമായ ചില കാര്യങ്ങൾ, റേസിസം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും കുടുംബത്തിൽ നിന്നാണ്. അപ്പം ഇവിടെ ഈ സിനിമയിൽ മെയിൻ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ഉള്ളിൽ എങ്ങനെയാണ് കറുപ്പ് ഒരു മോശം ആയി ചിത്രീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് പതുക്കെ പതുക്കെ അവരുടെ ഉള്ളിലേക്ക് കറുപ്പ് ഒരു മോശമാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുന്നത് എന്നാണ് ഈ മൂവിയുടെ കോർ സബ്ജക്റ്റ്. നമ്മൾ കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും ആയിട്ടുള്ള കുറേ ദൃശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. അവർക്കെപ്പോഴും വരേണ്യതയ്ക്ക് ഒരു നിറവും, സവർണർ എന്ന പദം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ തരത്തിലാണ്. അതിൽ നിന്ന് ഒരു മാറ്റവും ഈ കാലഘട്ടത്തിലും, ഈ 2016 കഴിയാൻ പോകുന്ന കാലഘട്ടത്തിലും വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ജീവ പറയാൻ ശ്രമിക്കുന്നതും അത്തരത്തിലൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ദളിത് സംഘടനകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റ് അവരുടെ സമീപനങ്ങളുമെല്ലാം വളരെ വലിയ തോതിൽ ചർച്ചയാവേണ്ട ഒരു കാലം കഴിഞ്ഞു എന്ന് ജീവയ്ക്ക് ഇതിലൂടെ തോന്നുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായും. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഒരു 99% അല്ലെങ്കിൽ 100% എന്ന് തന്നെ നമുക്ക് പറയാം, സിനിമകളിലെല്ലാം തന്നെ ഈ ഒരു സവർണത കാണിക്കപ്പെടുന്നുണ്ട്. അത് ബിംബങ്ങളായിട്ട് കാണിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഒരു അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ സവർണതയുടെ സവർണരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ പ്രമുഖ സംവിധായകർ പോലും ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ. ഒരിക്കലും ഒരു താഴ്ത്തടയിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്നും തന്നെ സിനിമയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും നമ്മുടെ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാവരും പല വിഷയങ്ങളുമായിട്ട് പല സമയത്തും പല സോഷ്യൽ സാഹചര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അവരെന്തുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്, അതിൻ്റെ സത്യം എന്താണെന്ന് അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും സിനിമ എന്നുള്ളൊരു മാസ് മീഡിയത്തിലൂടെ ഈ വിഷയങ്ങളാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഞാവൽപ്പഴത്തിൽ. ഈ ജീവ സൂചിപ്പിച്ചതുപോലെ തന്നെ വരേണ്യത പൊളിച്ചെഴുതാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണോ ജീവ ഈ ഷോർട്ട് ഫിലിമിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? വരേണ്യത പൊളിച്ചെഴുതുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമത്വമാണ്, ഒരു ഹാർമണിയാണ്. നമ്മളൊരു ഏതെങ്കിലും സോക്കോൾഡ് അപ്പർ കാസ്റ്റിനെയോ അല്ലെങ്കിൽ ആരെയും നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും നിൽക്കുന്നില്ല. നമ്മൾക്ക് ആവശ്യം ഒരു ഈക്വാലിറ്റിയാണ്, ഒരു ഹാർമണി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മൂവി ചെയ്തിട്ടുള്ളത്. ഈ മൂവിയിൽ ഒരിക്കലും പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റീനെയോ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നഗരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ദൃശ്യം, മുഖത്ത് ചായം തേച്ചുകൊണ്ട് നഗരത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ പോലും അവിടെയെല്ലാം കൃത്യമായി പറയുന്ന ഒരു കാര്യം, കറുപ്പാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു തരത്തിലേക്കാണ്. അവിടെയും കിടക്കുകയാണ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അത്തരം കാര്യങ്ങൾ മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സാവകാശം നൽകുന്നതിനോ നമ്മുടെ സമൂഹം പലപ്പോഴും തയ്യാറാവുന്നില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തിടത്തോളം കാലം എത്രത്തോളം ഈ വിഷയങ്ങൾ സാമൂഹികമായി പ്രസക്തമാവുന്നുണ്ട്? ശരിക്കും ഇപ്പോൾ കൊച്ചിയിലെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും സ്വയം ചായം തേച്ച് ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വരുന്നതിനേക്കാളും ഒരുപാട്
ഒരുപാട് മാറ്റമുണ്ടാക്കുമായിരുന്നു. കുറച്ച് കറുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കറുത്ത നിറമുള്ള വ്യക്തികൾക്ക് ഒരവസരം കൊടുക്കുമായിരുന്നെങ്കിൽ, ഒരു പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ മോഹിനിയാട്ടം അല്ലെങ്കിൽ അതുപോലെയുള്ള കലാരൂപങ്ങൾ പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായേനെ. ശരിക്കും കറുപ്പ് മോശമാണെന്ന് നമ്മുടെ ചില വിശ്വാസങ്ങളുണ്ട്. ചില വിശ്വാസങ്ങൾ വളരെ ചെറുപ്പത്തിലേ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സന്ദർഭങ്ങളിലൂടെയാണ് കറുപ്പ് മോശമാണ് എന്ന് ചിത്രീകരിച്ചു വരുന്നത്. അപ്പം ആദ്യം മാറേണ്ടത്, നമ്മൾ പറയുമല്ലോ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫാമിലിയിലെ മുതിർന്ന ആളുകളാണ് ആദ്യം മാറേണ്ടത്. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അവർ കുട്ടികളെ എന്താണ് നല്ലത് എന്താണ് ചീത്തതെന്ന് കൃത്യമായൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ചില വിശ്വാസങ്ങൾ ഇപ്പം ഈ ഒരു മൂവിയിൽ പറയുന്നുണ്ട്, ഒരു സന്ദർഭത്തിൽ മുത്തശ്ശി ഒരു കറുത്ത പെൺകുട്ടിയെ വിവാഹ ആൽബം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ചെറുക്കൻ വെളുത്തതും പെണ്ണ് കറുത്തതും ഇവർ തമ്മിലൊരു ചേർച്ചയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള വലിയ മുതിർന്ന ആളുകൾ തന്നെയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് കറുപ്പ് മോശമാണെന്ന്. ഇവരാണ് സൊസൈറ്റിയിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് യുവാവായും യുവതികളായും നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കറുപ്പ് മോശമാണെന്നുള്ള ഒരിതുണ്ട്. അത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇവിടെ ഇറങ്ങുന്ന ഫേസ് ക്രീമുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും അറിയാതെയാണെങ്കിൽ പോലും വന്നുകൊണ്ടിരിക്കും. സന്ദർഭങ്ങളിൽ ആ ഒരു സന്ദർഭം അനുസരിച്ച് അത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കറുപ്പാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ആണെങ്കിൽ കയറി വരുന്നത്. അതുകൊണ്ടാണ്. ഈ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. എങ്ങനെയാണ് ജീവ ഈ വിഷയം ഈ ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? ഇത് ശരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്ന ചില കഥാസന്ദർഭങ്ങളിലൂടെയാണ്. ഇതിൽ ആദ്യമേ ഒരു പെൺകുട്ടി കറുത്ത പൂച്ചയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവളുടെ നെക്സ്റ്റ് ലൈഫിലുണ്ടാകുന്ന ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് കറുപ്പ് മോശമാണെന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് വരികയാണ്. അതിന് എക്സാമ്പിളാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ വരുമ്പോൾ ബൊക്ക കൊടുക്കാൻ അല്ലെങ്കിൽ ഭാരത് മാതാവായി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ കറുത്തതാണെന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവൾ കറുത്തതായതുകൊണ്ട് ഭാരത് മാതാവാനുള്ള അവസരം അവളിൽ നിന്ന് നീക്കപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, കറുത്ത പൂച്ച വട്ടം ചാടിയാൽ മോശം സംഭവിക്കുന്നു, അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും ഡ്രസ്സിന്മേൽ കറുത്ത റിബൺ കുത്തിവെക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് കറുപ്പ് മോശമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലേക്കും എത്തിച്ചേരുന്നത്. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് ഈ മൂവിയിലൂടെ ആകെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റേസിസത്തിൻ്റെ ഒരു പ്രശ്നം കാരണം പുറം രാജ്യത്ത് നിന്ന് അകത്തോട്ട് വന്നൊരു വ്യക്തിയാണ്, വെളുത്തൊരു വ്യക്തിയാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതായത് കഥയുടെ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം ടാക്സിയിൽ സഞ്ചരിക്കുമ്പോൾ കറുത്തവനായ ഒരു ടാക്സി ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, വെളുത്ത നിങ്ങൾക്ക് പുറത്ത് ഈ പ്രശ്നം വരുമ്പോൾ ഞങ്ങളൊക്കെ ആ എബ്രോഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? എബ്രോഡ് പോകണ്ട, ഇവിടെ എല്ലായിടത്തും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പ്രശ്നമുണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും കറുപ്പ് വെളുപ്പ് എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഈ സിനിമ. ശരിക്കും ഇത് ഒരു കൂട്ടായ്മയുടെ ഫലമാണ് പലപ്പോഴും ഹ്രസ്വ ചിത്രങ്ങളെല്ലാം പുറത്തിറങ്ങുന്നത്. അതിനൊരു കഥ വേണം, തിരക്കഥ വേണം, ഒപ്പം അതിന് ക്യാമറ, അത്തരം സംവിധാനങ്ങളെല്ലാം വേണം, എഡിറ്റിംഗ് മനോഹരമായിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ ഒരു നല്ല ചിത്രമെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഞാവൽപ്പഴങ്ങൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു അഭിപ്രായം നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നണിയെക്കുറിച്ചും പിന്നണി പ്രവർത്തകരെക്കുറിച്ചും ഒരു വാക്ക് പറയാതെ അത് പൂർത്തിയാവില്ല എന്നാണ് കരുതുന്നത്. ഇതിൻ്റെ സ്റ്റോറിയും സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്ന സജിത് കുമാർ CD എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം എൻഹാൻസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലൂടെ ഒരു പരിധിവരെ എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷിനോബ് ടി ചാക്കോ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹവും 2 കൊമേഴ്ഷ്യൽ റിലീസിങ് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് പ്രേംജിത്ത് നടേശൻ എന്ന് പറഞ്ഞ ആദ്യത്തെ എഡിറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിഷാന്ത് എന്ന് പറഞ്ഞ ആളാണ്, വയലിനിസ്റ്റാണ്. പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്
ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ഇതിൻ്റെ ഫുൾ കൺട്രോൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ശ്യാംലാൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഞങ്ങളുടെ ഈ ഒരു ടീം വെച്ച് തന്നെ ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ മൂവി, ഒരു ഫീച്ചർ മൂവി വരുന്നുണ്ട് റിലീസിങ്ങിന് വേണ്ടി തന്നെ. ഈ ഒരു ടീം തന്നെ ആയിരിക്കും അതിൻ്റെ പിന്നിലുണ്ടാവുക. ഞങ്ങളെല്ലാം ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായ കോൺഫിഡൻസിലാണ്. കാരണം ഞങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ, ഞാവൽപ്പഴങ്ങളിലൂടെ ഞങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഏകദേശം വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ഞങ്ങൾക്കൊരു വലിയ കോൺഫിഡൻസ് ആണ്. നെക്സ്റ്റ് ഒരു ഫീച്ചർ മൂവിയിലേക്കുള്ളൊരു കോൺഫിഡൻസ് ആണ്. അപ്പം അതിനെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ടീം തന്നെ ആയിരിക്കും അതിൻ്റെ പിന്നണിയിൽ ഉണ്ടാവുക. ഈ ഞാവൽപ്പഴങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും സന്ദേശമുണ്ടോ? ഉണ്ട്. ഞാവൽപ്പഴങ്ങൾ പേരിടാനുള്ള കാരണം ഒരു കറുപ്പ് പഴം, അതിൻ്റെ ചവർപ്പും ഇതൊക്കെ ഉണ്ട്. നമ്മളെ എന്ത് ഫ്രൂട്ട്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഫ്ലവറിൻ്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും കറുപ്പിനോടൊരു എതിർപ്പാണ്. അതിൽ ഇപ്പം ഈ അടുത്ത് കട്ടപ്പനയിലെ ഋതിക് റോഷനുള്ള മൂവിൽ ഇടയ്ക്കൊരു സീൻ വരുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡി ഞാവൽപ്പഴം കഴിക്കുന്നു. ഞാവൽപ്പഴം കഴിക്കുന്നതുകൊണ്ടാണ് ആ കൊച്ച് കറുപ്പായെന്നുള്ളൊരു സൂചന കൂടി ആ മൂവി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു പരിധി വരെ നമ്മുടെ ഇടയിൽ നിന്ന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിട്ടും ഇത്ര ഔഷധ ഗുണങ്ങൾ ഉണ്ടായിട്ടും കറുപ്പ് അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ഫലമാണ്. പിന്നെ അതിൻ്റെ കറുപ്പ് എന്നുള്ള കളർ തന്നെയാണ് ഈ മൂവിയിലേക്ക് ഈ പേര് കൊണ്ടുവരാൻ കാരണമായത്. ഏതായാലും ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നോ അത്രയുമാണ് അതിൻ്റെ വിജയമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമാണ്. തീർച്ചയായിട്ടും അതിലൂടെയുള്ള ഒരു പ്രൊമോഷൻ വർക്കുകൾ എന്തായാലും നടക്കും. അല്ലാതെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രദർശനങ്ങളും മറ്റും ഒരുക്കുന്നതിന് വേണ്ടി ജീവ തയ്യാറെടുക്കുന്നത്? നമ്മളിപ്പം 2-3 കോമ്പറ്റീഷൻസിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 സ്ഥലങ്ങളിൽ, ഇപ്പോൾ ട്രിവാൻഡ്രം, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം ഈ ഞാവൽപ്പഴം എന്ന് എത്തിക്കുന്നതിനേക്കാൾ ഉപരി ഒരു നല്ല ടീം, നല്ലൊരു മാറ്റം വരുത്താനാവുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനൊരു നിമിത്തമായത് ഞാവൽപ്പഴം എന്ന് മാത്രം. അപ്പം ഞാവൽപ്പഴം പ്രദർശിപ്പിച്ച് മുന്നോട്ട് പോകാതെ നെക്സ്റ്റ് ഫിലിമിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. എന്തായാലും അതിനാണ് എല്ലാവരും നല്ല അഭിപ്രായം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തും. അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യും. അത് ജീവ ഉദ്ദേശിച്ച തലത്തിൽ തന്നെ അത് ആളുകൾ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഏതായാലും ഇന്നലെയാണ് ചിത്രം പുറത്തെത്തിയത്. ഈ ദിവസം തന്നെ രാവിലെ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ജീവ. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.